ഞാൻ നിർത്തുകയാണ്. ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ബാപ്പ മക്കളോട് ചെയ്യുന്ന അക്രമങ്ങള്, മക്കള് ബാപ്പനോട് ചെയ്യുന്ന അക്രമങ്ങള് ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. ആരോടും അക്രമം ചെയ്യുന്നവരാകരുത്. അതൊരു വാക്കുകൊണ്ട് പോലും, തമാശക്ക് പോലും അക്രമം ചെയ്യുന്നവരാകരുത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത്, ഇപ്പൊ കുറെ വയസ്സായൊന്നും ചോദിക്കരുത്, കുട്ടികളെ പോലെ മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് എന്നേ അതിനർത്ഥമുള്ളൂ. മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് എൻ്റെ കളിക്കൂട്ടുകാരൻ്റെ വീട്ടിൽ അവനെ തേടിയിട്ട് ചെന്നപ്പോ ആ വീട്ടിലെ ഉമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മോനെ, ശാപം പിടിച്ച മോനാ, ഒരിക്കലും എനിക്ക് കിട്ടൂല, നിനക്കും കിട്ടൂല, ഒരിക്കലും പിടിച്ചെടുത്തിൽ നിൽക്കൂല, ഇപ്പോഴും പിടിച്ചാൽ നിൽക്കാത്ത സ്ഥലത്താ. അങ്ങനെ ആയി പോകരുത്. ബാപ്പമാർ പൊരുത്തം കൊടുക്കുമ്പോൾ, ഉമ്മമാര് പൊരുത്തം കൊടുക്കുമ്പോൾ അങ്ങനെ പൊരുത്തം കൊടുക്കരുത്. ചിലപ്പോൾ അവരുടെ ചില കുസൃതികൾ, വികൃതികൾ അവർക്ക് ചിലപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ തട്ടുന്നുണ്ടാകാം, മനസ്സിൽ വേദനിപ്പിക്കുന്നുണ്ടാകാം. ആ സമയത്ത് പോലും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ചീത്തയായി പോകുന്ന വാക്കുകൾ പറഞ്ഞു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് എന്റെ റബ്ബ് എന്റെ മോനെ നന്നാക്കി തരൂ എന്നുള്ള വിശ്വാസത്തോടെ ഇൻഷാ അല്ലാഹ് എന്റെ റബ്ബ് എന്റെ മോനെ നന്നാക്കി തരൂ എന്നാ പറയേണ്ടത്. ഒരിക്കലും മക്കളെ ശപിക്കുന്ന ബാപ്പമാരാകരുത്, അതുപോലെ ബാപ്പമാര് ശപിക്കുന്ന മക്കളും ആകരുത്. വലിയ മക്കള് ബാപ്പാനെ ശപിച്ചാൽ എന്ത് വരാനാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, മകൻ ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ, ആ മകൻ എന്തായാലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ ദുആ ചെയ്താൽ ബാപ്പക്കും ബാധിക്കുമെന്നാ ഞാൻ പറഞ്ഞത്. അതെ, അവനൊരു വിവാഹത്തെ തീരുമാനിച്ചു, അവൻ ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തെ തീരുമാനിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇയാളുടെ ഒരൊറ്റ വാശി, എന്തിന്റെ പേരിൽ? ബാപ്പ കാണിച്ചു കൊടുത്തതാണ്, ഉമ്മ കാണിച്ചു കൊടുത്തതാണ്, ഞാൻ ഉള്ളതാണ് പറയുന്നത്. ബാപ്പയും ഉമ്മയും പറഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ വേണ്ടി പോയത്. കണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ പെങ്ങന്മാര് പോയി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഓനിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുത്താൽ മതിയാവൂല. അങ്ങനെയുള്ള വാശിക്കാരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യം തന്നെ പെങ്ങന്മാര് പോകണം. വെറുതെ എന്തിനാണ് ഈ പുരുഷനെ, അന്യപുരുഷനെ കൊണ്ടുപോയി ഒരു പെണ്ണിനെ കാണിപ്പിച്ച് അവന്റെ ഹൃദയത്തിൽ അവൾ കയറിപ്പോയാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? എന്നിട്ട് വാശി പിടിച്ചിട്ട് അവസാനം വിവാഹം കഴിപ്പിച്ചു, അവസാനം തലാഖായി പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉപ്പമാരെ ഇത്തരം വിവരക്കേട് ചെയ്യുന്നവരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. പെങ്ങക്കല്ല വിവാഹം കഴിക്കുമ്പോൾ അവളെ ഇഷ്ടപ്പെടേണ്ടത് പുതിയാപ്പിളക്കാണ്. ബാപ്പയും ഉമ്മയും കുടുംബങ്ങളും എല്ലാവരും ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ നീ കാണാൻ പോയിട്ട് വരൂ എന്ന് പറഞ്ഞേച്ച് പെണ്ണ് കണ്ട് അവൻ ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്നു, മിഠായി കൊടുത്തയച്ചു, എല്ലാ നിലക്കും സെറ്റായി. 2 ദിവസം കഴിഞ്ഞിട്ട് പെങ്ങന്മാര് വീട്ടിൽ നിന്ന് 10 ആളുകൾ കാണാൻ വേണ്ടി പോവാണ്. പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, ഞങ്ങൾക്കാ ഇഷ്ടപ്പെടേണ്ടത്. ബാപ്പാന്റെ പൊരുത്തക്കേടാണോ, ഉമ്മാന്റെ പൊരുത്തക്കേടാണോ? അത്തരം ഇടങ്ങളിലാ ഞാൻ പറഞ്ഞത്. ബാപ്പാക്കും മക്കൾക്കും പെങ്ങന്മാർക്കും തിരിച്ചു പൊരുത്തക്കേട് കിട്ടുമോ എന്ന് ആലോചിക്കണം. എന്തിനാവശ്യമില്ലാതെ ഈ പെൺകുട്ടിയെ കാണാൻ അവനെ അയച്ചത്? അവൻ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് മുടക്കം പറയുന്ന ഉമ്മമാരാകരുത്. കാരണം അവന്റെ ഹൃദയത്തിൽ അവളൊരു സാന്നിധ്യം കടന്നുപോയാൽ ചിലപ്പോൾ അവരുടെ ആ ബന്ധത്തെ ഉള്ള കാലത്തോളം, ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടു പോയ കാലത്തോളം മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളും കൂടി കണ്ടാൽ ഇഷ്ടപ്പെടുന്നതാകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി കണ്ടോളൂ. എന്തിനാണ് ഇവനെ ഒരു അന്യപെണ്ണിന്റെ അടുക്കൽ കാണാൻ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത്? എന്നിട്ട് അവൻ വേറെ വിവാഹം കഴിച്ചിട്ട് എനിക്ക് അവളെ അല്ലാതെ വേണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിനാണ് അവനെ കുറ്റം പറയേണ്ട ആവശ്യം എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചിലപ്പോൾ പെങ്ങന്മാർക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും, ഉമ്മമാർക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും, ബാപ്പാക്ക് പൊരുത്തക്കേടുണ്ടാകുന്ന സമയം ഉണ്ടാകും. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും പറയുന്നത് പോലെ കേൾക്കണ്ടെന്നൊന്നല്ലേ ഞാൻ പറയുന്നത്. നമ്മൾ അവനെ പറഞ്ഞയച്ച് കാണാൻ വേണ്ടി അയച്ച് മിഠായി കൊടുത്തയച്ച് ഇഷ്ടപ്പെട്ടതിന്റെ ശേഷം എല്ലാ പൊരുത്തവും കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓനിക്ക് ഇഷ്ടപ്പെട്ടാലും അവനെക്കാളും ഇഷ്ടം നോക്കേണ്ടത് നമ്മളാണ് എന്ന് പറയുന്ന ചിന്തയില്ലാത്ത സ്വഭാവക്കാരാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തുകയാണ്. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. അതാരാണെങ്കിലും ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഇജാബത്താണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ദീനിനോട് അക്രമം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അല്ലാ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ദീനിന്റെ നിയമങ്ങളെ പച്ചയായി പുച്ഛി ചീന്തുന്ന ചില ആളുകൾ. അല്ലാ, ദീനിനോട് അക്രമം ചെയ്യുന്ന ആളുകളെ കഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. മുസ്ലിമെ, ഈമാൻ ഊരിപ്പോകാൻ അത് കാരണമായി പോയി. ഇരിക്കട്ടെ, മഹാനായ നബിയുല്ലാഹി ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് പറഞ്ഞപ്പോൾ മകൻ കൊടുത്ത മറുപടി എന്തൊരു നല്ല മറുപടിയാണ്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ് എന്നെ ക്ഷമയുള്ളവരെ കൂട്ടത്തിലെത്തിക്കും. ആ കുട്ടിയെ ലോകം അറിയപ്പെട്ട പ്രവാചകനായ
ഖാതിമുൽ അംബിയാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രവാചകന്റെ ഉപ്പാപ്പയായി നബിയുല്ലാഹി ഇസ്മാഈൽ അലാ നബീനാ അലൈഹിസ്സലാം മാറി ബാപ്പന്റെ മുന്നിൽ അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് കൊടുത്ത മകനായപ്പോ അല്ലാഹു കൊടുത്ത പവറാണ് മുസ്ലിമേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചങ്ങാതി പ്രസംഗിക്കുകയാണ് ഖുർആനുള്ള ഈ ചരിത്രമൊക്കെ പിന്നീട് കൂട്ടിണ്ടാക്കിയതാണ്. ഇതുവരെ പറഞ്ഞത് ഖുർആൻ മുറുക്കി പിടിക്കണം. ബുഖാരി ഇമാമിനെ തള്ളി, അതുപോലെ ഷാഫി ഇമാമിനെ തള്ളി, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തള്ളി, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ തള്ളി, സ്വഹാബത്തിനെയും ഇമാമിങ്ങളൊക്കെ തള്ളി, ഇപ്പൊ ഖുർആനും തള്ളി. ഇനിയിപ്പോ ഇസ്ലാമിനെ തന്നെ തള്ളി, ഇനിയിപ്പോ എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്കറിയില്ല.